ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബ്രസീലിയൻ തിപ്പല്ലിയെയും നാടൻ തിപ്പല്ലിയെയും ഒന്ന് പരിചയപ്പെടാം. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ബ്രസീലിയൻ തിപ്പല്ലി. നമ്മൾ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി റൂട്ട് സ്റ്റോക്കായി തിരഞ്ഞെടുക്കുന്ന പ്ലാന്റാണിത്. ഇതിൽ സാധാ നാടൻ തിപ്പല്ലി കാണുന്നത് പോലെ തന്നെയുള്ള തിരികളുണ്ടാവും. ഇത് പക്ഷേ ഔഷധയോഗ്യമല്ല. അതുപോലെ നമ്മൾ ഈ പ്ലാന്റിൽ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുരുമുളകിനെ ബാധിക്കുന്ന ദ്രുതവാട്ടം, വേരുചീയൽ എന്നീ രോഗങ്ങളെ നമുക്ക് തടയാനാകും. പക്ഷേ വെള്ളം കുറവുള്ള സ്ഥലങ്ങളിൽ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം വെള്ളമൊഴിക്കുന്നത് കുറഞ്ഞു പോയാൽ ഈ ചെടി പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നതായിരിക്കും. ഇതാണ് നമ്മൾ ഔഷധത്തിന് ഉപയോഗിക്കുന്ന നാടൻ തിപ്പല്ലി. ഇതൊരു വള്ളിച്ചെടിയാണ്. എന്നാലും കുരുമുളക് കയറി പോകുന്നത് പോലെ ഒരുപാട് ഉയരത്തിൽ കയറി പോവുകയില്ല. തിപ്പല്ലിയിലെ തിരികൾ മൂപ്പെത്തുന്നതിന് മുമ്പ് നമ്മൾ ബ്രസീലിയൻ തിപ്പല്ലിയിൽ കണ്ടതുപോലെ വെളുത്ത തിരികളായിരിക്കും ഉണ്ടാവുക. നല്ലതുപോലെ മൂപ്പെത്തി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കാണുന്ന കളറിലേക്ക് മാറുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പറിച്ച് ഉണക്കാവുന്നതാണ്. തിപ്പല്ലി നമ്മൾ ഉണക്കുമ്പോൾ നേരെ വെയിലത്ത് വെച്ച് ഉണക്കാതെ ഒന്ന് പുഴുങ്ങിയതിന് ശേഷം ഉണക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അതിൽ പെട്ടെന്ന് പൂപ്പൽ വരുന്നതായിരിക്കും. ചുമയും കഫക്കെട്ടൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഇതിൻ്റെ പൊടി തേനിൽ ചാലിച്ച് കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുറയുന്നതായിരിക്കും.